1000 വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യ ഉണ്ട് എന്നുണ്ടെങ്കിൽ APJ അബ്ദുൽ കലാം എന്നുള്ള പേരുണ്ടാവും. മിസൈൽ മാൻ. നിങ്ങളുടെ മിസൈൽ അയച്ചാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഉമ്മ വയ്ക്കുകയെന്ന് ചെയ്യുന്നത്. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇതിൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും എന്താണ് മഹാനായ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇരട്ട പേരാ മിസൈൽ മാൻ. എന്തൊരു അറിവാണ്. കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ, ഞാൻ പോയില്ല, വേറെ പണിയില്ല. അത്രയും ദ്രോഹമൊന്നും ഒരു കഞ്ചാവ് വലിച്ചതിനും ചെയ്തിട്ടില്ല. ദ്രോഹം ചെയ്തത് തന്നെ ഉണ്ടാക്കിയ മുതല യുവർ ഫാദർ. അത്രയും ദ്രോഹമൊന്നും നാടിനോട് ആരും ചെയ്തിട്ടില്ല. ഈ വർത്താനം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് അതാ തോന്നുന്നത്. തൂക്കിയല്ലോ നാദാ. ഇവന് പരമപുച്ഛമാണ് എല്ലാരും. മനസ്സിലായോ? ഈ മൈത്രേയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എല്ലാരെയും പുച്ഛമാണ്. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. മൈത്രേയൻ എന്താണ് നാടിന് വേണ്ടി ചെയ്തത്? ആ കമ്പാരിസണാണ് എനിക്ക് തീരെ പറ്റാഞ്ഞത്. മൈത്രേയൻ്റെ അച്ഛനായിട്ട് കമ്പയർ ചെയ്യുക കഞ്ചാവോളികളെ. മനസ്സിലായോ? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കമ്പയർ ചെയ്യുന്ന നീ കഞ്ചാവ് അടിച്ച് നടക്കുന്ന ആൾക്കാരായിട്ടാ. ഞാൻ പറയുമ്പോൾ കേസ് എടുക്കണം ഈ പരനാറിക്കെതിരെ, ഇവൻ്റെ ഈ മറ്റോടത്തെ വർത്താനത്തിന്. ഒരു തലമുറയെ മൊത്തം പറഞ്ഞു പഠിപ്പിച്ചു. കുടുംബമാണ് വലുത്, കുടുംബം നന്നായാൽ നാട് നന്നാവും എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. ആരും നിനക്ക് എന്ത് കുടുംബം? തളരരുത് രാമൻകുട്ടി, തളരരുത്. കണ്ണൻ്റെ വീട്ടിൽ പോയി താമസിച്ച് അവിടുന്ന് തിന്നും കുടിച്ചും പിന്നെ ലോകത്ത് ഈ പറഞ്ഞ പോലെ ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കോൺസെപ്റ്റും കൊണ്ട് നടന്ന് നാട് മുടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഞ്ചാവും മറ്റേ സാധനങ്ങളും ലീഗലാക്കണം എന്ന് പറയുന്ന ചെറ്റത്തരം വിളിച്ചു പറയലല്ല ഡോക്ടർ APJ അബ്ദുൽ കലാം ലൈഫ് മൊത്തം ചെയ്തത്. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഫാൻസ് പറയാനുണ്ട്. ഓ, മൈത്രേയൻ പറയുന്നത് 1000 വർഷം കഴിഞ്ഞാൽ തിരിച്ചറിയും നിങ്ങൾ. 1000 വർഷം കഴിയുമ്പോൾ ഞാൻ ഉണ്ടാവും, ഈ ഉണ്ടാവും, നമ്മളെ തലമുറയിൽ ആരുണ്ടാവും? 1000 വർഷം കഴിയുമ്പോൾ മൈത്രേയൻ പോയിട്ട് മാ പോലും കാണില്ല. Please subscribe my channel.